അലീനയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ സ്റ്റോറി തുടങ്ങുന്നത്. അപ്പോൾ രേവതിയോട് മനു രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്ന കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. ഗ്രേസി ഈ കാര്യം പറയുമ്പോൾ ശരിക്കും രേവതി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അലീന ഇവിടെങ്ങാനും വന്നോ എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ രേവതിക്ക് ടെൻഷൻ ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അലീന ചേച്ചി അവിടെ ഇല്ലേ, അവിടുന്ന് പറഞ്ഞു വിട്ട് കാണുമോ, ഇത് എവിടെ പോയി എന്നുള്ള കാര്യമൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കേ. അപ്പോൾ ഇന്നലെ എത്ര മണിക്ക് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി 11 മണിയായപ്പോഴാണ് വിളിച്ചത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ രേവതി ആകെ ടെൻഷനായിട്ട് മുത്തശ്ശിയാണ് വിളിക്കുന്നത്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഫോൺ എടുത്ത ഉടനെ ചോദിക്കുന്നത് അലീന അങ്ങോട്ടെങ്ങാനും വന്നോ എന്ന് ചോദിക്കുമ്പോൾ രേവതി ചോദിക്കും, അപ്പോൾ അവിടേക്ക് വന്നിട്ടില്ലേ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇവിടുന്ന് പറഞ്ഞു വിട്ടതായിരുന്നു അലീനയെ, എങ്ങോട്ട് പോയെന്ന് അറിയില്ല, അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രേവതി ആണെങ്കിൽ ആകെ ടെൻഷനാകുകയാണ്. എന്നിട്ട് പിന്നെ മാമച്ചനാണെങ്കിലും ഗ്രേസി ആണെങ്കിലും രേവതിയെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ രേവതി പിന്നെ വീണ്ടും കോൾ വിളിക്കുന്നു, ഇല്ല എടുക്കുന്നില്ല, അലീന ചേച്ചിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെയാണ് രേവതി ആകെ ടെൻഷനിൽ പറയുന്നത്. എന്നിട്ട് വീണ്ടും രേവതി ഫോൺ ചെയ്യുന്നൊക്കെയാണ് കാണിക്കുന്നത്. ശേഷം കാണിക്കുന്നത് ബാലേന്ദ്രനും മനുവും തമ്മിലുള്ള ഫോണിലുള്ള സംസാരമാണ്. മനു ആണെങ്കിൽ കാറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ ഏത് വഴിയാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് വരുന്നത്, ഏത് വഴിയാണ് വരുന്നത്, അതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് അലീനയും അതുപോലെ തന്നെ കൃഷ്ണജിയും ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. അപ്പോൾ അച്ഛ എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കാൻ പോകുന്ന സമയത്ത് മനു ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണജിയോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കൃഷ്ണജ പറയുന്നുണ്ട്, അച്ഛ ഒരു പ്രശ്നമുണ്ട്, ചേച്ചിക്ക് ഇതാ ചെരുപ്പില്ല, ഇന്നലത്തെ ആ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് പോയതാണ് എന്നിങ്ങനെയൊക്കെ പറയേ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും പറയുന്നുണ്ടോ, അപ്പോൾ ഇന്നലെ മുതൽ ചെരുപ്പില്ലാതാണ് മോൾ നടക്കുന്നത് എന്നിങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതെ എന്നൊക്കെ പറയുന്നു കേട്ടോ അലീന. അപ്പോൾ അത് കഴിഞ്ഞ് മനുവിൻ്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരു ഹെൽപ്പ് ചെയ്യണം മനു, അവിടുന്ന് വരുന്ന വഴിക്ക് ഒരു ചെരുപ്പ് വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അലീനയ്ക്ക് വേണ്ടിയിട്ട് ചെരുപ്പ് വാങ്ങി കൊണ്ടുവരാം എന്ന് മനു പറയുന്നുണ്ട്. അങ്ങനെ ഫോണെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ബാലചന്ദ്രൻ കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട്, ഇതേതാ ഡ്രസ്സ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് അലീന ചേച്ചിയുടെയാണ് അച്ഛ എന്നൊക്കെ പറയുമ്പോൾ നിനക്കിത് പാകമായോ, കുഴപ്പമില്ല പാകമാണെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും വൈജയും തമ്മിലുള്ള സീനാണ്. അതിൽ മുത്തശ്ശിയാണെങ്കിൽ വൈജയ് എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു കൂവുകയായിരിക്കും. അപ്പോൾ വൈജയന്തിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പറയും, അമ്മ എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂവുന്നേ, അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഭ്രാന്തെടുത്ത് നടക്കുകയാണ്, അമ്മയ്ക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ബാലചന്ദ്രൻ്റെ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അറിയുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലായിരിക്കും മുത്തശ്ശിയോട് വൈജയന്തി സംസാരിക്കുന്നത്. ഈ സമയം മുത്തശ്ശി വൈജയന്തിയോട് രേവതി ഫോൺ വിളിച്ച കാര്യങ്ങൾ, അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രാജീവിനെ കോൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രാജീവാണെങ്കിലും പറയുന്നുണ്ട്, എന്തായിരിക്കും ഇവളുടെ ഈ അലീനയുടെ ഉദ്ദേശം എന്തോ. അപ്പോൾ നമ്മുടെ വൈജയന്തി ആണെങ്കിലും പറയുന്നുണ്ട്, എൻ്റെ വിഷമം ഇപ്പോൾ അതാണ്, അയാളുടെ കൂടെ അലീന ഉണ്ടെങ്കിലോ എന്ന് ഓർത്ത് എനിക്ക് നല്ല ടെൻഷൻ ആകുന്നുണ്ട്, ഇനി അവളും ഉണ്ടെങ്കിൽ വല്ലാത്ത ആലോചിക്കാൻ പോലും വയ്യ എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ രാജു പറയുന്നുണ്ട്, അതിന് കൃഷ്ണജിയും കൂടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവളൊരു പൊട്ടി പെണ്ണാണ് ഏട്ടാ, അതറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മനു റിസോർട്ടിലെത്തുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ മനുവിൻ്റെ കാറ് വന്ന ഉടനെ തന്നെ കൃഷ്ണജ ഓടി ചെല്ലുന്നുണ്ട് മനുവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇന്ന് സ്കൂളിലൊന്നും പോകണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് പോകണ്ട, ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്, അലീന ചേച്ചി അവിടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയേ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ആദ്യം നീ അലീനയെ വീട്ടിൽ നിന്നും പോകാൻ വേണ്ടിയിട്ട് വൈജയന്തി ആൻറ്റിയുടെ കൂടി ആളല്ലേ, നീ പെട്ടെന്ന് ഇപ്പം എന്താണ് ഒരു മനമാറ്റം എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണജ പറയുന്നുണ്ട്, അലീന ചേച്ചി ഒരു തെറ്റ് ചെയ്തിട്ടില്ല, അച്ഛനൊരു തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ ഞാനെന്തിനാണ് അവരെ ഭയങ്കര തെറ്റാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അലീന ചേച്ചിയോട് ഒരു ദേഷ്യമില്ല, അതത്രേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണേ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീനയും കൂടി എത്തുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് ആ ചെരുപ്പൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഈ സമയം അലീന താങ്ക്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വാങ്ങിക്കുക. അപ്പോൾ അതൊന്നും ആവശ്യമില്ല, ഞാൻ നിൻ്റെ കെയർ ടേക്കറല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, എന്നാലും ഇന്നലെ അവിടെ നിന്ന് തന്നെ പറഞ്ഞു വിട്ടപ്പോൾ തന്നെ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്ന് പറയുമ്പോൾ മനു ഒന്നും മിണ്ടുന്നുണ്ടാവില്ല, ഇതിനുള്ള മറുപടി ഞാൻ തരാം എന്നിങ്ങനെ പറയുകയാണേ. അങ്ങനെ അവർ പിന്നെ ബാലചന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കാൻ പോവുകയാണ് മനു.
മനു ബാലചന്ദ്രനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണജ മനുവിൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് ഓടുകയാണ്. അവരവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശേഷം മനു റിസോർട്ടിൽ നിന്നും വീട്ടിലേക്ക് വരുന്നു. അവിടെയാണെങ്കിൽ ആൻറ്റി ഭയങ്കര ചോദ്യത്തിലായിരിക്കും, നീ എവിടെ പോയതാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന സ്ഥലത്ത് പോയതാണെന്നൊന്നും പറയുന്നുണ്ടാവില്ല, ഞാൻ പിറവം വരെ പോയി എന്ന് പറയുമ്പോൾ എന്തിനാണ് അങ്ങോട്ട് പോയതെന്ന് ചോദിക്കുമ്പോൾ അതിനെന്താണ്, എനിക്ക് അങ്ങോട്ട് പൊക്കൂടെ എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ ആയിരിക്കും. അപ്പോൾ രാജീവാണെങ്കിലും വരുന്നുണ്ട്, വീണ്ടും മനുവിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചെയ്യുകയാണ്. നിനക്ക് ബാലേന്ദ്രൻ എവിടെയുള്ളതെന്ന് അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അറിഞ്ഞിട്ട് എന്തിനാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. എന്നിട്ട് പിന്നെ അവസാനം മനു തന്നെ ആ റിസോർട്ടിൽ അവിടെ ഉണ്ട്, എന്ത് ചെയ്യാനാ എന്നിങ്ങനെയൊക്കെ ചോദിക്കട്ടെ, എന്നാൽ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല കണക്കിന് കിട്ടും എന്നുള്ള രീതിക്ക് മനു നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാജീവിന് ബാലേന്ദ്രൻ എവിടെയാണ് ഉള്ളത്, ആരുടെ കൂടെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. കൃഷ്ണജിയും അലീനയും ബാലേന്ദ്രനും ഒരു റിസോർട്ടിലാണ് എന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ ആകുന്നുണ്ട്.